ഒരു പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിരീഡ് പോലും കിട്ടാതെ താൻ 2 മാസം ഗർഭിണിയാണെന്ന് അറിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലാക്ടേഷൻ അമനോറിയ, അതായത് പാലൂട്ടുമ്പോൾ പിരീഡ് ഇല്ലാത്ത അവസ്ഥ, സേഫ് ആണ്, ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് തന്നെയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. പിന്നെ ഇത് എന്ത് പുകില്? വാ പറഞ്ഞുതരാം. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ വാക്കാണ്: എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. കുഞ്ഞിന് മറ്റൊരു ഫീഡും കൊടുക്കാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം പോലും ഇല്ലാതെ പാലൂട്ടുന്ന അമ്മയ്ക്കാണ് ഈ പ്രിവിലേജ് ഉള്ളത്. ആദ്യത്തെ ഒരു 3-4 മാസം ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പാലൂട്ടുന്നത് വഴി അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹൈ ലെവൽ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ നമ്മുടെ നോർമൽ ഓവേറിയൻ ഹോർമോൺ ആക്സിസിനെ പിടിച്ചുകെട്ടി ഓവുലേഷൻ തടയാണ് ചെയ്യുന്നത്. ഇനി കുഞ്ഞിന് 5-6 മാസമൊക്കെ ആകുമ്പോഴോ രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള ഫീഡിംഗ് ഒക്കെ കുറയും, കുഞ്ഞിന് കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ അമ്മയുടെ പ്രൊലാക്റ്റിൻ ലെവൽ പതുക്കെ കുറഞ്ഞു തുടങ്ങുകയും ഒരു പരിധി കടക്കുമ്പോൾ നോർമൽ HPA ആക്സിസ് റെഡിയായി ഫസ്റ്റ് ഓവുലേഷനും വരും. പക്ഷെ ഇത് എപ്പോ സംഭവിക്കുമെന്ന് നോ ഐഡിയ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞ് എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാ പീരീഡ് വരിക? 14 ഡേയ്സ്. അപ്പൊ പീരീഡ് വരുമ്പോഴല്ലേ ഇത് അറിയാൻ പറ്റൂ. എന്നാൽ അവരുടെ ഗതികേടിന് ഈ ഓവുലേഷൻ നടന്ന ഡേറ്റിനോ അതിന്റെ തൊട്ട് മുമ്പോ അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ ഗർഭം മാത്രം, ഒരു പീരീഡും ഇല്ല, ഒരു നെക്സ്റ്റ് പീരീഡും ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? അപ്പൊ ചുരുക്കത്തിൽ, പാലൂട്ടൽ കുറഞ്ഞു തുടങ്ങിയാലോ, കുഞ്ഞിന് മറ്റു ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലോ, പീരീഡ് കിട്ടിയില്ലെങ്കിൽ കൂടി മറ്റു കോൺട്രാസെപ്റ്റീവ് മാർഗങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിക്കോളൂ. ഒരു ഞെട്ടൽ ഒഴിവാക്കാം.